ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡീഫിൽറ്റർ കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ് സ്റ്റൈലിലുള്ള ആമ്പൂർ ബിരിയാണി. ഇത് തമിഴ്നാട്ടിലെ ആമ്പൂർ എന്ന സ്ഥലത്തെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇത് വേറെ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമാക്കി എടുക്കുന്നത് ഇതിൽ വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുക്കുന്നത് കൊണ്ടാണ്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കാനായി വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ടതുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. നിങ്ങളടുത്ത് വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചാൽ മതി. ഈ മുളക് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് അരമണിക്കൂർ നേരം അടച്ചു വെച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കാശ്മീരി മുളകുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതാകുമ്പോൾ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല കളറ് കിട്ടും. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടി അരി കുതിർത്ത് വെക്കണം. ഇത് വെള്ളത്തിലിട്ട് 4-5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള അരിയാണിത്. ജീരകശാല അരിയാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. വേറെ അരി എടുത്ത് ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കാം. അരമണിക്കൂർ സമയം ഇത് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്കും ഇത് മാറ്റി വെക്കാം. അരമണിക്കൂർ സമയം കുതിർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരുന്ന മുളക് പേസ്റ്റാണിത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചാലാണ് ബിരിയാണിക്ക് നല്ല രുചിയും മണവും ഉണ്ടാവുക. അതുകൊണ്ടാണ് നെയ്യ് ചേർത്തത്. നെയ്യും ഓയിലും മിക്സായി ചൂടായതിന് ശേഷം ഫ്ലേവറിന് വേണ്ടി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 3 കറുവപ്പട്ടയുടെ പീസ് ഇതിലേക്ക് ചേർക്കാം. 5 തക്കാളി ചേർക്കാം. 4 ഗ്രാമ്പു ചേർക്കാം. 7 ഏലക്ക ചേർക്കാം. ഏലക്ക ചേർക്കുന്ന സമയത്ത് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഇതിലിരുന്ന് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. 2 വലിയ ഉള്ളിയാണ് ഇതിനു വേണ്ടി അരിഞ്ഞു വെച്ചിരുന്നത്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊക്കെ ചെയ്യേണ്ടത്. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെള്ളമെല്ലാം പോകാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി കുറച്ചൊന്ന് ബ്രൗൺ കളറായി വരാൻ പോകുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ആദ്യം വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 15 വെളുത്തുള്ളിയാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരുന്നത്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തമിഴ് സ്റ്റൈൽ ബിരിയാണി ആയതുകൊണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർന്ന് നല്ലതുപോലെ വഴന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന മുളക് പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കണം.
ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ആണിത്. വേറെ ഇതിൽ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ചേർത്തിട്ടില്ല. മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കറുവപ്പട്ടയുടെ ഒരു ഇല ചേർക്കാം. ഇത് വീട്ടിലുള്ള കറുവമരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഇലയാണ് കേട്ടോ. ഇനി ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അര കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം തിളച്ച് വരും. ആ സമയത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. തീ ചിക്കൻ വെന്തോളും. ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം അരി ഊറ്റിയെടുക്കാനുള്ളതാണ്. അധികം വെന്തു പോകരുത്. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം പകുതി ഭാഗം വേവ് ആകുമ്പോൾ ഊറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി ഉരുകി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാനിതിനു വേണ്ടി എടുത്തിരുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിത് അരച്ചെടുക്കണം. വേവിക്കാൻ വെച്ചിരുന്ന ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന പകുതി വെന്തിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കണം.
10 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമെല്ലാം വറ്റി ചോറ് വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കി ഒരു 10 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോഴേക്കും കറക്റ്റായി ആമ്പൂർ ബിരിയാണി റെഡിയായിട്ടുണ്ടാവും. ഇനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തമിഴ് സ്റ്റൈലിലുള്ള ആമ്പൂർ ബിരിയാണി റെഡിയായി. ഇത് തൈരും അച്ചാറും കൂട്ടി കഴിക്കാവുന്നതാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ആമ്പൂർ ബിരിയാണി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബൈ.